കണ്ട സാധനത്തിനെ കണ്ട ഒരു രക്ഷയില്ല. പറമ്പിക്കൊള്ളാം നിങ്ങൾ ഒരിക്കലും നിരാശരാക്കില്ല. സീരിയസ് ജപൻ തൊട്ട് താഴെ കാണുന്നില്ല കറക്റ്റായിട്ട്. ഓക്കെ ബൈ സീരിയസ് ബേബി. അപ്പൊ നമ്മൾ ഇന്ന് അടുത്ത പണിയായിട്ട് ഇറങ്ങിയേക്കണ ഇറ്റ്സ് ഗോയിങ് ടു ബി പറമ്പിക്കുളം. കാട്ടാനകളുടെയും കാട്ടാന മാത്രമല്ലല്ലോ കാട്ടുപോത്തിന്റെയും നാട്. അപ്പൊ വഴി മുഴുവൻ കാട്ടുപോത്തിനെ കണ്ടേ തീരൂ. സോ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് സേതുമട ചെക്ക് പോസ്റ്റാണിത്. തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റാണ്. ഇനി പൈസ കൊടുത്ത് തന്നെ പോകണം. പൈസ പേ എൻട്രി ഫീസ് ഒരു 50 രൂപയുണ്ട്. പിന്നെ പെർ ഹെഡിന് 30 രൂപ വെച്ചാണ്. വെഹിക്കിൾ ചാർജ് വരും. ഇതെല്ലാം ഇൻക്ലൂഡ് ആയിട്ടാണ് വരുന്നത്. ക്യാഷ് അക്സെപ്റ്റബിൾ അല്ല. അതൊരു നല്ല കാര്യമാണ്. അവിടെ പോയാലും ക്യാഷ് ഇല്ലെന്നും പറഞ്ഞാണ് പറയാറ്. പക്ഷേ ഇവിടെ ഗൂഗിൾ പേ വർക്കാവും, കാർഡ് വർക്കാവും. ക്യാഷ് നോട്ട് അക്സെപ്റ്റബിൾ. ഗൈസ് അങ്ങനെ സേതുമട എൻട്രി ആയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് പറമ്പിക്കുളം വരെ 15 കിലോമീറ്ററാണ് കാണിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജംഗിൾ റൂട്ടാണിത്. ഇത് ഫോറസ്റ്റ് തന്നെയാണ്. നല്ല വ്യൂ കിട്ടും. പോണ വഴി നമുക്ക് എന്തെല്ലാം സൈറ്റിംഗ് കിട്ടുമെന്ന് നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ഓൾറെഡി പറമ്പിക്കുളത്തൊരു ട്രക്കിംഗ് ഓപ്ഷൻ പ്രീവിയസ്ലി ബുക്ക് ചെയ്തിട്ടാണ് വരുന്നത്. ആ ട്രക്കിംഗ് ഓപ്ഷൻ്റെ പേര് ബിയർ പാത്ത് ട്രക്കിംഗ് എന്നാണ്. അതുപോലുള്ള 3-4 സ്പെഷ്യൽ ട്രക്കിംഗ് ഓപ്ഷനുകൾ പറമ്പിക്കുളത്ത് അവൈലബിൾ ആണ്. അതിൽ വെച്ച് ബെസ്റ്റും അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു ട്രക്കിംഗ് ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. ഏതൊരു ട്രക്കിംഗ് ഓപ്ഷൻ എടുത്താലും 5 പേരുടെ ഗ്രൂപ്പായിട്ടായിരിക്കും ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ ഒരാളാണെങ്കിലും 2 ആളാണെങ്കിലും നിങ്ങൾക്ക് ആ പ്രോഗ്രാം അഫോർഡബിൾ ചെയ്യണമെങ്കിൽ 5 പേരുടെ പേയ്മെൻറ്റും അടച്ചതിന് ശേഷം മാത്രമേ ട്രക്കിംഗ് വർക്കൗട്ട് ആവുകയുള്ളൂ. അതായത് 1500 രൂപയാണ് ബിയർ പാത്ത് ട്രക്കിങ്ങിന് നമ്മളുടെ നിന്ന് അവർ ടിക്കറ്റ് ചാർജായിട്ട് ഈടാക്കിയത്. 1500 അല്ല, 1750 ചാർജ് വന്നിട്ടുണ്ട്. അതിനകത്ത് 250 എക്സ്ട്രാ ചാർജ് വന്നേക്കണം അവരുടെ എൻട്രി ഫീസും കൂടി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ നേരിട്ട് അവിടെ പറമ്പിക്കുളത്ത് ചെല്ലുമ്പോൾ എൻട്രി ഫീസ് എടുക്കേണ്ട ആവശ്യം വരുന്നതല്ല. അല്ലാതെയാണ് വരുന്നതെങ്കിൽ എൻട്രി ഫീസും കൂടി ചേർത്ത് ഒരു 250 എക്സ്ട്രാ വരുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലുള്ള ട്രക്കിങ്ങുകൾ പോകാം. അല്ലെങ്കിൽ തന്നെ അവിടെ ഉള്ള സ്പെഷ്യൽ ട്രക്കിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞത് ബെസ്റ്റ് ട്രക്കിംഗ് ഉണ്ട്. അത് ഒരു 3 hours ജേണിയാണ്. മൊത്തം നമ്മുടെ തോണിക്കടവ് ഡാമൊക്കെ കവർ ചെയ്ത് കന്നിമരത്തേക്ക് കവർ ചെയ്ത് റിട്ടേൺ വരുന്ന ഒരു 3 hours ജേണി ഉള്ളൊരു ട്രക്കിംഗ് ആണ്. ബെസ്റ്റ് ട്രക്കിംഗ് ആണ് അത് വരുന്നത്. അതവിടെ നേരെ ചെന്നിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. 250 രൂപയാണ് ഓരോ ആൾക്കുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത്. അത് 1-ആയിട്ടോ 2-ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ പറമ്പിക്കുളം ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ ബുക്കിംഗ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടിക്കറ്റ്സ് ഇവിടെ എൻട്രി ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഒരാൾക്ക് 30 രൂപ വെച്ച് എൻട്രി ടിക്കറ്റ് ഇവിടെ വരുന്നുണ്ട്. വെഹിക്കിൾ ചാർജും ഈടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 5 പേർക്ക് 250 രൂപയാണ് നമ്മളിവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നത്. അതിനുശേഷം നമുക്ക് ഉള്ളിലോട്ട് പോകാം. അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷൻ അവിടുത്തെ ആക്ടിവിറ്റി ടിക്കറ്റ് കൊടുക്കുന്ന കൗണ്ടർ വരും. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ചൂസ് ചെയ്തിട്ട്, ദാറ്റ് മീൻസ് ട്രക്കിംഗ് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാവുന്നതാണ്. ഗൈസ്, അങ്ങനെ കാണുന്ന ചെക്ക് പോസ്റ്റിലെല്ലാം കാശ് വാരിയെറിഞ്ഞ് നമ്മൾ ഒടുവിലെത്തി. ഗൈസ്, കേരളമാണെങ്കിലും തമിഴ്നാടാണെങ്കിലും കാശ് മേടിക്കണതിൻ്റെ കാര്യത്തിൽ ഒരു കാരുണ്യവും പ്രതീക്ഷിക്കേണ്ട. ബട്ട് വൺ തിങ് ഷുവർ, എന്നിരുന്നാലും മറ്റുള്ള ട്രക്കിങ്ങിനെ അപേക്ഷിച്ച് എവിടെ പോയാലും ട്രക്കിങ്ങിനെ അപേക്ഷിച്ച് വളരെ ചീപ്പ് ആൻഡ് അഫോർഡബിൾ ആയിട്ടുള്ള ട്രക്കിംഗ് തന്നെയാണ് പറമ്പിക്കുളം. അതിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഇവിടെ 450 രൂപ തുടങ്ങിയൊക്കെയാണ് ട്രക്കിംഗ് ഓപ്ഷൻ സ്റ്റാർട്ട് ആവുന്നത്. അതേസമയം നിങ്ങൾ പെരിയാറിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് 2500 3000 രൂപയൊക്കെയാണ് വരുന്നത്. സോ ഇതാണ് നമ്മുടെ അടുത്ത ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് പറമ്പിക്കുളത്തുള്ള ആക്ടിവിറ്റീസുകളുടെ ടിക്കറ്റുകൾ കിട്ടുന്നതാണ്. ഇവിടെ തന്നെ പറമ്പിക്കുളത്തിന് അണ്ടറിൽ സ്റ്റേയും അവൈലബിൾ ആണ്. ബട്ട് 7000 രൂപയാണ് 2 ആൾക്ക് സ്റ്റേക്ക് വരുന്നത്. സ്റ്റേ വിത്ത് ഫുഡ് വിത്ത് അവിടെ ഉള്ള ട്രക്കിംഗ് ഓപ്ഷനുകൾ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് 2 ആൾക്ക് 7000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഫസ്റ്റ് ഡേ ബെസ്റ്റ് ട്രക്കിംഗ് ഓപ്ഷനാണ് ചൂസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ചാർജ് വരുന്നത് ഒരാൾക്ക് 250 ആണ്, നേരത്തെ പറഞ്ഞോളൂ. സോ ഇതൊരു 3 hours ജേണിയാണ്.
മൊത്തം കവർ ചെയ്തിട്ട് ഒരു 3 മണിക്കൂർ കൊണ്ട് റിട്ടേൺ ചെയ്യുന്ന ഒരു ട്രാക്കിംഗ് ഓപ്ഷനാണ്. ഗൈസ്, ഒരു ടിപ്പ് പറഞ്ഞു തരാം. ഈ ട്രാക്കിംഗ് ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ മാക്സിമം മോർണിംഗ് ഉള്ളതും അതുപോലെ തന്നെ ലാസ്റ്റ് ട്രാക്കിംഗ് ആയ 3 മണിക്കാലത്തെ ഓപ്ഷനും ചൂസ് ചെയ്യുന്നതായിരിക്കുമല്ലോ ഏറ്റവും ബെറ്റർ. അതിൽ തന്നെ 3 മണിക്കാലത്തെ ട്രാക്കിംഗ് ഓപ്ഷൻ ചൂസ് ചെയ്യണമെങ്കിൽ മാക്സിമം സൈറ്റ് സീയിങ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം എന്തെന്നാൽ 3 മണിക്ക് ശേഷം പോകുന്ന ട്രാക്കിംഗ് റിട്ടേൺ വരുമ്പോഴത്തേക്ക് 6 മണിയാകും. സോ അന്നേരം വളരെയധികം സൈറ്റിംഗ് കിട്ടുമെന്നാണ് പൊതുവെ അറിയാൻ കഴിഞ്ഞത്. എല്ലാ ജീവജാലങ്ങളും പുറത്തോട്ടിറങ്ങാൻ സാധ്യത കൂടുതലുള്ള ടൈമിങ് അതാണെന്നാണ് ഇവിടെ പൊതുവെ അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ മോർണിംഗും. അങ്ങനെ നമുക്ക് ആദ്യത്തെ സൈറ്റിങ് കിട്ടിത്തുടങ്ങി. മാനുകളാണ് നമുക്ക് ആദ്യ സൈറ്റായിട്ട് കിട്ടിയേക്കുന്നത്. മാനുകളോടൊപ്പം തന്നെ മയിലുകളും കാട് നിറച്ചുണ്ട് ഗൈസ്. മയിലിനെ നിങ്ങൾക്ക് എവിടെ നോക്കിയാലും കാണാം. പ്രത്യേകിച്ച് മഴയായതുകൊണ്ട് തന്നെ മയിലുകൾ എവിടെയും ഉണ്ട്. ട്രക്കിങ്ങിൻ്റെ അടുത്ത സ്പോട്ടായിട്ട് നിർത്തിയത് പറമ്പിക്കുളം ഡാമിൻ്റെ വ്യൂവിലാണ്. നല്ല അടിപൊളി വ്യൂ ആണിത്. ഇതിൻ്റെ ഡാമിൻ്റെ ചുറ്റുമാണ് ഈ ട്രക്കിങ് കവർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ചുറ്റുമുള്ള വനമേഖലയിൽ കൂടിയാണ് ഈ ട്രക്കിങ് കവർ ചെയ്യുന്നത്. മൊത്തം 3 മണിക്കൂറാണിത് കവർ ചെയ്യാനെടുക്കുന്ന സമയം. മയിലാണ് ഗൈസ് വഴി തടഞ്ഞേക്കണത്. പീലി വിടർത്തി തകർക്കുകയാണ് മച്ചാൻ. പൊളി, നല്ല സന്തോഷം തരുന്നൊരു കാഴ്ച തന്നെ. അടുത്തത് നമുക്ക് കരിങ്കുരങ്ങിനെ കാണാൻ കഴിഞ്ഞു. സൂമിങ് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ലോങ് സൈറ്റ് പിടിക്കാൻ നമുക്ക് പറ്റിയില്ല. ഗൈസ്, അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്ത് കന്നിമരത്തേക്കിനടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവൻ്റെ അടുത്തേക്ക് എത്തുന്തോറും ഇവൻ ഭീകരനാണ് ഗൈസ്. വണ്ടർ എന്നേ പറയാനുള്ളൂ. നേരിട്ട് കാണുമ്പോൾ ഇവൻ ഭീകരൻ തന്നെ. ഒരു 5-10 ആളെങ്കിലും ചുറ്റും നിൽക്കേണ്ട വരും ഇവനൊന്ന് കവർ ചെയ്തെടുക്കാനായിട്ട്, വട്ടം പിടിക്കണമെങ്കിൽ. അടുത്ത ഡെസ്റ്റിനി ആയിട്ട് വരുന്നത് ഡാമിൻ്റെ ടോപ്പ് വ്യൂ ആണ്. ഇവിടെ നിന്നാൽ അറിയാം എത്ര ഭീകരമാണ് ഈ വനം എന്നുള്ളത്. അത്ര തന്നെ ബ്യൂട്ടിഫുള്ളും. അടുത്തതായി കിട്ടിയത് മ്ലാവിൻ്റെ സൈറ്റിംഗ് ആണ്. പട്ടികന്മാർ മറഞ്ഞ് നിൽക്കുകയാണ് ഗൈസ്. കാര്യമായിട്ട് അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല. പട്ടികന്മാരുണ്ട് അവിടെ, നിറച്ചുണ്ട്. നല്ല ചാക്കാപ്പോത്ത മ്ലാവുകൾ കഴിച്ച് അടിപൊളി. സോ എല്ലാത്തിനും നിങ്ങൾക്ക് കാണാം. നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ സർപ്പൻ്റ് ഇവൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവൻ ഏതോ എരനെ ഷാർപ്പായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മളെ കാണുമ്പോൾ അവനൊന്ന് പറക്കാൻ തുടങ്ങി പോയി. ഗൈസ്, ഇവിടെ മുതൽ ഡേ 2 ആണ്. ഡേ 2 മീൻസ് നമ്മൾ റിട്ടേൺ പോയി സേതുമട ചെക്ക് പോസ്റ്റിൻ്റെ അപ്പുറം ചെന്ന് റൂം എടുത്ത് വീണ്ടും തിരിച്ചു വരുന്ന റൂട്ടിൽ കാണുന്ന കാഴ്ചയാണിത്. നമ്മളിനി അടുത്തതായിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തു എന്ന് പറഞ്ഞല്ലോ, ബിയർ പാത്ത് ട്രക്കിംഗ്. അതിന് പോകാനായിട്ട് തിരിച്ചു വരും വഴി റോഡ് നിറച്ചും കാട്ടികളാണ് ഗൈസ്. ഇവന്മാരെ ഇത്രയും ക്ലോസപ്പിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ കാലത്ത് തന്നെ വരണം. 7 മണിക്ക് ശേഷം ഇവിടുന്ന് ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആകും. ആ നേരം 7 മണി മുതൽ ഒരു 8 മണി 9 മണി വരെയൊക്കെ ഇവന്മാരുടെ സൈറ്റിങ് വഴി നിറച്ചുണ്ടാവും. അതിനുശേഷം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിരാശരാകും. ഇതെല്ലാം കൃത്യമായി നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതെല്ലാം ഉപകാരപ്പെടും. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ട്രിപ്പ് വേസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. കാലത്ത് അല്ലെങ്കിൽ ഈവനിങ് മാക്സിമം 7 മണിക്ക് ശേഷം ഒരു 8 മണിക്കുള്ളിൽ ഈ റൂട്ട് കവർ ചെയ്താൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല. കണ്ട സാധനത്തിനെ കണ്ട ഒരു രക്ഷയില്ല.
പറമ്പിക്കുളം നിങ്ങൾ ഒരിക്കലും നിരാശരാക്കില്ല. സീരിയസ് ജപൻ തൊട്ട് താഴെ കാണുന്നില്ല കറക്റ്റായിട്ട്. ഓക്കെ ബൈ. സീരിയസ് ബേബി. Look at this. പോത്തു ഇത് ആണ്. അവനെടുക്കുന്നത് അത് പെണ്ണാണ്. അതൊക്കെ പെണ്ണാണ്. അത് ചെറുതാണ്. തമ്പി പറ്റിയ ഒരാളെ കിട്ടിയിട്ടുണ്ട്. അടിപൊളി 2 കിട്ടിയിട്ടുണ്ട്. ബാക്കി എണ്ണം പറയാം. ഓക്കെ. എൻ്റെ പേര് മുരുകൻ. ഞാൻ പറമ്പുകുളത്ത് ടൈഗർ റിസർട്ടിലെ ഗൈഡാണ്. നമ്മളിപ്പോൾ പോകുന്നത് ബിയർ പാത്ത് പറഞ്ഞൊരു ട്രക്കിംഗ് ആണ്. ട്രക്കിംഗ് പറഞ്ഞത് നമ്മൾ വണ്ടിയിൽ പോകുന്നത് സേഫ് അല്ല. നമ്മുടെ സേഫ്റ്റി നമ്മളെ നോക്കണം. വലിയ കാടാണ് ഇത്. 644 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവുള്ള കാടാണ്. നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു 10 മീറ്റർ മാത്രം ഓപ്പൺ പ്ലേസ് കാണുള്ളൂ. നടന്നു പോകുമ്പോൾ നമുക്ക് സേഫ്റ്റി ഇല്ല പറയാൻ കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്ത് മൃഗങ്ങളുണ്ടെങ്കിലും പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എത്ര സൈലൻ്റ് ആയിട്ട് പോകണോ, ചില്ലാണ്ട് പോണതനുസരിച്ചിട്ട് നമുക്ക് ഇവരൊക്കെ ഉണ്ടോ ഇല്ലെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇത് നടന്നു പോകുന്ന സമയത്ത് എന്തെങ്കിലും ശബ്ദം കേട്ടാലോ അവരെന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കുന്നതോ ഇത് നടന്നുപോയ കാൽപ്പാടോ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അനിമൽസ് ഉണ്ടോ ഇല്ലെന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ സേഫ്റ്റി നമ്മളാണ് നോക്കണം പറഞ്ഞ കാരണം ഇതാണ്. നമ്മൾ എത്രത്തോളം സൈലൻ്റ് ആയിട്ട് പോകണം എന്നാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നടന്നേക്കാം. നമുക്ക് ബാക്കി നമുക്ക് വഴിയെ കാണാം. ഇവിടെ ഏത് സമയത്ത് എന്ത് കാണും എന്നൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. നമ്മുടെ ഭാഗ്യം പോലെ ഉണ്ട്. കണ്ടാ ബോണസാണ്. അത്രേ ഉള്ളൂ. എല്ലാവരും കാട് കാണാൻ വന്നാൽ മതി കേട്ടോ. പക്ഷെ കാണുമെന്നുള്ള ഉറപ്പാണ്. പറമ്പിക്കുളം നമ്മൾ നിരാശരാക്കാറില്ല. അല്ലെങ്കിൽ തന്നെ വന്നപ്പോൾ തന്നെ ഓൾറെഡി ഒരുപാട് പോത്തിനെ കിട്ടി. കാട്ടുപോത്തുണ്ട്. ഇന്നലെ വന്നിട്ട് പോയ ആൾക്കാരെല്ലാം പുള്ളിപ്പുലി കണ്ടു. എവിടെ? ഇന്നലെ നടക്കുന്ന സഫാരി പോയവര് ഈ പക്മാർക്ക് ട്രക്കിംഗ് ഉണ്ടായിരുന്നു. അതില് കടുവയെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനേ കൂടെ അല്ലേ കിട്ടാണല്ലോ നമുക്ക് മൂവ്മെന്റ്സ് ഉണ്ടാകുന്നു. കാരണം ഇവർക്ക് പകൽ സമയത്തെല്ലാം കാട്ടിൻ്റെ ഉള്ളിലാണ് സേഫ്. പുലിനെ എന്തായാലും പ്രതീക്ഷിക്കാനുള്ള ബോണസാണ് കിട്ട. അതിൻ്റെ അടുത്ത് പോകണമെന്നാ പറഞ്ഞു. ഒന്ന് വിഷലെടുത്തോ. ഞാനെ പെണ്ണാവും. അമ്മോ ഫ്രഷാണല്ലോ ടീമേ. പണി വരുന്നുണ്ടാവും. ഈ കടുവയിലൊക്കെ ടെറിട്ടറി മാർക്ക് ഇങ്ങനെ ക്രാച്ച് ചെയ്തിട്ടില്ല. ഇവിടെ നിന്നോട്ടേക്ക് ഇതെല്ലാം പൂച്ചവർഗത്തിൽപ്പെട്ടതാണ്. കാറ്റ് ഫാമിലിയിലുള്ള മറ്റേ ഈ പുള്ളിപ്പുലി കടുവ ഇതെല്ലാം കാറ്റ് ഫാമിലിയിൽ ചേർന്നത്. ഇവരെല്ലാം ടെറിട്ടറി മാർക്ക് ചെയ്യുന്നു. ഇതുപോലെ താഴെ മരത്തിലല്ലാണ്ടും തറയിലും ഇങ്ങനെ ഇതും മാർക്ക് ചെയ്യും. മരത്തിൽ ഇങ്ങനെ നഖം കൊണ്ട് മാർക്ക് ചെയ്യും. പിന്നെ യൂറിൻ സ്പ്രേ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഇവരുടെ ടെറിട്ടറി മാർക്ക് ചെയ്യുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റിയില്ലെങ്കിലും ഇത് മറ്റൊരു കൊടുക്കുന്ന ഒരു ഇൻഫർമേഷനാണ്. കാരണം അതിർത്തിയാണ്. ഇവരോരോ ടെറിട്ടറി ഉണ്ട്. ആ ടെറിട്ടറിയിലൊക്കെ സിംഗിൾ ഒറ്റയ്ക്ക് ഉണ്ടാകും. ചളിയൊക്കെ ശരിക്കും സൈറ്റിങ്സ് കൂടുതൽ വന്ന് ഉണങ്ങിക്കിടക്കും വേണം. സൈറ്റിങ്സ് കൂടുതൽ കിട്ടുന്നത് അല്ല, ഉണങ്ങിക്കിടക്കുമ്പോൾ പച്ചക്കുള്ളൂ. നമുക്ക് ഈ നവംബർ ഡിസംബർ ജനുവരി ഈ 3 മാസങ്ങളിലാണ് എല്ലാ അനിമൽസിൻ്റെയും മേക്കിംഗ് സമയം. അങ്ങനെ ചേരുന്ന സമയങ്ങൾ. അപ്പോഴാണ് ഇവരുടെ നല്ല മൂവ്മെൻറ്റ്സ് ഉള്ളത്. ആ സമയങ്ങളിൽ ഡിസംബർ ജനുവരി നവംബർ ഡിസംബർ ജനുവരി ഈ 3 മാസങ്ങളിൽ നല്ല സൈറ്റിങ് കിട്ടുന്ന സമയങ്ങൾ. കാരണം ഇവർ നല്ല മൂവ്മെൻറ്റ്സ് ഉണ്ടാകും എല്ലാ അനിമൽസും. അത് കരടി മാന്തുന്നതാണ്. അത് കരടി കൂടുതൽ കഴിക്കുന്നത് ഈ മണ്ണിൻ്റെ ഉള്ളിൽ ചെതൽ പുറ്റുന്നു.
ചെതൽ പുറ്റ് കഴിക്കും. പിന്നെ ഈ പഴവർഗ്ഗങ്ങൾ, ചെറിയ ചെറിയ പഴവർഗ്ഗങ്ങളൊക്കെ ഉള്ളത്, ഈ മുള്ളിച്ചെടിയിലെ ഒരു പഴം വരും, പിന്നെ ഞാവൽ മരം, ഞാവലിൽ അത് കഴിക്കും. അത് നമ്മൾ കണ്ടോ പ്രോജക്റ്റ് പറഞ്ഞിട്ട് 8 ഡാമുണ്ട്. 8 ഡാമും കാമരാജർ പേരിൽ കെട്ടിയ ഡാമുകളാണ്. തമിഴ്നാട്, പണ്ട് പാലക്കാട് ജില്ല തമിഴ്നാടായിരുന്നു. കന്യാകുമാരി കേരള സ്റ്റേറ്റ് തിരിച്ചപ്പോഴാണ് പാലക്കാട് കൊടുത്തിട്ട് കന്യാകുമാരി അങ്ങനെ എടുത്തത്. അപ്പം അങ്ങനെ ഈ ഡാമുകളെല്ലാം തമിഴ്നാട്ടിലേക്ക് വന്നു. പിന്നെ അപ്പം തന്നെ അവർ കെട്ടിയ ഡാം പറഞ്ഞാൽ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കുന്ന പോലെയാണ് ഈ ഡാമുകളെല്ലാം കെട്ടിയിരിക്കുന്നത്. അപ്പം അങ്ങനെ വെള്ളം കൊണ്ടുപോയി മറ്റേ കുടിവെള്ളത്തിന്, കൃഷിക്ക്, മറ്റേ കറണ്ട് എടുക്കാൻ എല്ലാം വെള്ളം ഈ വഴിക്കാണ്. അതിൻ്റെ ഈ കനാലാണ് ഇത്. ഇവിടുന്ന് അതുവരെ അപ്പുറത്ത് വരെ ഓപ്പണേ ഉള്ളൂ. റിസപ്ഷൻ്റെ അവിടുന്ന് ഇപ്പുറത്തേക്ക്. ഇവിടുന്ന് പിന്നെ ഫുള്ള് അണ്ടർഗ്രൗണ്ടാണ്. 12 കിലോമീറ്റർ മലയിൽ തുറന്നാണ് അപ്പുറത്ത്. ഈ ഒരു വഴി മാത്രമല്ല, വേറെ ഉണ്ടാവില്ലേ പോകാനായിട്ട്? അല്ല, ഇത് വാൽപ്പാറയിൽ സോളാർ ഡാമിൽ, സോളാർ, അപ്പർ സോളാർ, ലോവർ സോളാർ, നേരെ പറഞ്ഞു. അല്ല, ഈ ഡാമിൽ നിന്ന് പോകാനായിട്ട്, വെള്ളം പോകാനായിട്ട് ഇത് മാത്രമുള്ള വഴി? അവിടുന്ന് എല്ലാം കണക്ഷൻ, കനാല് വഴി കണക്ഷൻ ചെയ്തിട്ടാണ് ഇവിടെ വന്ന് ഇങ്ങനെ വെള്ളം കൊണ്ടുപോകുന്നത്. കാട്ടുപോത്തിൻ്റെ തല കടുവ പിടിച്ചതാണ്. നിങ്ങളതിലിട്ടേക്ക്, നിങ്ങളെടുത്ത് നിൽക്കുന്നത് കാണിച്ചില്ല. കാട്ടിനകത്തെല്ലാം എക്കോസിസ്റ്റം അല്ലേ, ഓരോ ജീവിനെ ആശ്രയിച്ചാണല്ലോ മറ്റൊരു ജീവി. ആള് പോകുന്നതാണ് മൊത്തത്തിൽ. റിപ്പോർട്ടിൻ്റെ പോത്ത് കണ്ടോ? പോത്തുകളെല്ലാ വഴിയുണ്ട്, മൊത്തം പാടുണ്ട്. കാല് മടങ്ങാണ്ട് പോയിക്കോ, പറയണ ഞാൻ തന്നെ മടങ്ങും. എന്നാ പയ്യെ പോയാൽ പറ്റിയമേ. കുഴപ്പമില്ല, പോട്ട്. മതിയോ? തിരക്കിലാണ്. പക്ഷെ മഴ പെയ്തില്ലേ, മഴ പെയ്യപ്പോൾ അതിൻ്റെ പകുതി ഇതെല്ലാം മാഞ്ഞിട്ടുണ്ട്. ഇല്ല, പുലിയിലല്ലേ കടുവ മാന്തി വെക്കണം. പയ്യ മഴ വന്നു കൈ സീന്. മഴ കൊടുങ്കാറ്റിൽ കൂടി മഴയത്ത് പൊളിയായിട്ടുണ്ട്. അമ്മാതിരി സീൻ. മഴക്കാല ട്രക്കിംഗ് ഗൈസ്. ആ ബുക്കൊന്നും എല്ലാം കുടിക്കണ്ട. 360 മഴ.
നോക്കണ്ട. ഇതൊക്കെ കിടിലൻ വഴിയാ. ചേട്ടാ അപ്പടി കാട് യാത്ര മഴ വന്നിട്ടില്ലേ എവിടെയെങ്കിലും ഇങ്ങനെ അനങ്ങാതെ മഴ വെള്ളമൊക്കെ ഇനി മഴ പോയി കഴിഞ്ഞതിന് ശേഷം അടുത്ത വെയിൽ ഉദിക്കുമ്പോൾ നല്ല രീതിയിൽ സൈറ്റിങ് കിട്ടും. ഈ മഴ ഉണങ്ങാനായിട്ട് അട്ട പിടിച്ചില്ല വായത്തിന് അല്ലേ നമ്മൾ അവിടെ നിന്ന് കയറിപ്പോയ ആനങ്ങാട് പോയി കാണും. അവിടെ നിന്ന് പിണ്ടുവിട്ടുണ്ട്. താഴെഭാഗം എല്ലാം മുളങ്കാടാണ്. അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. കട്ടില് ഫുൾ പവർ മഴ ഗൈസ്. ഇതാരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. ഇത് ഞങ്ങൾക്ക് മാത്രം കിട്ടുന്ന പണിയാണ്. പക്ഷെ കൊള്ളാല്ലേ, ഹാപ്പി ആയിരുന്നു സംഭവം. നല്ല അടിപൊളി മഴ എന്ന് പറഞ്ഞാൽ പേര് മഴ കാട്ടില് പൊളിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും നേരമായിട്ട് ഒരു അട്ട പിടിച്ചില്ല. ഇപ്പം നമ്മൾ ഈ നടക്കുന്ന വഴികളിൽ ഈ കാട് തന്നെ 2 തരം കാടുകളാണ്. ഇത് ഇലകൊഴിയും കാടാണ്. ആതിരെ ഇലകൊഴിയും കാട് എന്നൊക്കെ പറയുന്നത് അത്. ഇത് ടീക്ക് പ്ലാന്റേഷൻ. ഇത് നമ്മൾ തന്നെ ചെയ്തത്, മെയിൻറ്റെയിൻ ചെയ്തത്. ഇത് മൊത്തം ഇതായിരിക്കും, ഇത് നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന ഒരു ഫോറസ്റ്റ് ആണ്. ഇത് നമ്മുടെ തേക്ക്, മൊത്തം തേക്ക്. തേക്കും കാട്. ഇതൊക്കെ ശരിക്കും 100 വർഷമൊക്കെ കഴിഞ്ഞ് കാണും. ഒരു 60-70 വർഷം തികഞ്ഞ തേക്കുകളാണ് ഇപ്പൊ കാണുന്നത്. പിന്നെ അപ്പുറത്തേക്ക് അല്ല, ശരിക്കും നമുക്ക് ഇവിടെ ഇത് വെട്ടാറില്ലേ? ലേലം കൊടുക്കാറില്ലേ? ഇവിടെ തേക്ക് മുറിയൊക്കെ ഉണ്ടായിരുന്നു. 96-98 കൂടി ഇവിടുത്തെ ടിമ്പർ കട്ടിങ് എല്ലാം നിർത്തലാണ്. എംപ്ലോയ്മെന്റിലുള്ളവരൊക്കെ തന്നെ ഈ ട്രൈബൽസ് വിഭാഗം തന്നെയാണ്. പറമ്പുകുളത്ത് 6 ട്രൈബൽ വില്ലേജ് ഉണ്ട്. ഈ 6 വില്ലേജുള്ള ആൾക്കാർക്ക് ഈ ടൂറിസമായിട്ടുള്ള ഒരു ഇൻകം മാത്രമേ ഉള്ളൂ. മാക്സിമം ഗവൺമെന്റ് ജോബാണത്. ഗവൺമെന്റ് ജോബ് താൽക്കാലികമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതിൽ മാക്സിമം ഒരു വീട്ടിൽ നിന്ന് ഒരാൾക്ക് ഏതെങ്കിലും തരത്തിലൊരു ഇൻകം കിട്ടുന്ന പോലെ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് പേര് ഗൈഡായിട്ടുണ്ട്, ബോട്ട്മാനായിട്ടുണ്ട്. ഇവിടെ ഏത് വിഭാഗങ്ങളാണ് കൂടുതൽ? ഇവിടെ 4 വിഭാഗത്തിലുള്ള ട്രൈബൽസ് ഉണ്ട് പറമ്പുകുളത്ത്. ഒന്ന് പേരൊന്ന് പറയാം. കാടരുണ്ട്, മലസരുണ്ട്, മലമലസരുണ്ട്, മുതുവന്മാരുണ്ട്. അപ്പോൾ കിഴക്കോട്ട് വയനാടൊക്കെ ഉള്ള പോലെ ഉള്ള ഒരു നായ്ക്കറോ അതുപോലുള്ള ആൾക്കാർ അങ്ങനെ ഉള്ളവരില്ല. ഇവിടെ ഈ 4 വിഭാഗത്തിലുള്ള ട്രൈബൽസ് മാത്രമേ ഉള്ളൂ. പറമ്പുകുളത്ത് ആന ഉള്ളിലുണ്ടെന്നാ പറയണ. ഉള്ളി തപ്പാൻ പോയതാ. ആനനെ കൂടി കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ വിഷല് പൊളിയാവും അല്ലേ? നോക്കട്ടെ. പിടിയാണ് പിന്നെ എല്ലാ വഴിയും പോയിട്ടുണ്ടോ? ആട്ടുപോത്ത് റോട്ടിലുണ്ടായിരുന്നു. പറഞ്ഞാല്
വഴിയിലെത്തി. ഇത് സഫാരി റൂട്ടിലാണ്. ഇതണ്ട മൊത്തം കുത്തി കുഴിച്ചിട്ടാണ്. ഇതൊക്കെ പന്നിയുടെ പണിയാണ്. Escape from the jungle. Oh. നല്ല ചുഴിയുണ്ടല്ലോ. ഓപ്പൺ ചെയ്തിരിക്കും, അതുകൊണ്ട് ഇത് വരുന്നു. ഇതാണ് ഓപ്പൺ കനാൽ. പൂനക്കട ഡാമിൽ വെള്ളമാണ് ഇതുവരെ ഉണ്ട്. ഇവിടുന്ന് ഷട്ടർ വെച്ചിട്ട് ഇവിടുന്നാണ് ഓപ്പൺ കനാൽ 2 കിലോമീറ്റർ. തീട്ടം കാണാം. 1.5, 3, 4, 5 ലക്ഷം പേരാണ്. വേണ്ട, ഇത് കരടി തീട്ടമാണ് ഗൈസ്. ഞാവൽപ്പഴം തിന്ന് കരടി തൂറിയതാ. അപ്പോൾ ഗൈസ് സംഭവം പൊളി. പറമ്പിക്കുള്ള ഒരു രക്ഷയില്ല. ഹാപ്പി അടിപൊളിയായിട്ടുണ്ട്. നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. 2 ദിവസത്തെ പൊളിയാണ് കഴിഞ്ഞത്. അതാണ് വിഷ്വലായിട്ട് നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. സോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും അതുപോലെ തന്നെ ഷെയറും സബ്സ്ക്രൈബൊക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പണി ഇനിയും വരാനുണ്ട്. അപ്പോൾ പൊളിക്കാം നമുക്ക്. അപ്പോൾ ഓക്കെ, ഫുൾ പവർ.